ഭഗവാന്റെ രുക്മിണി ഉദ്വാഹത്തിന് ശേഷം പിന്നീട് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് വർണ്ണിച്ചു കൊടുത്തത് ഭഗവാന്റെ മറ്റ് രണ്ട് വിവാഹങ്ങളെയാണ്. ജാമ്പവതി എന്നും സത്യഭാമ എന്നും പറയുന്ന രണ്ട് കന്യകമാരെ ഭഗവാൻ പത്നിമാരായി സ്വീകരിക്കുന്ന കഥ. ഭഗവാന്റെ രണ്ട് വിവാഹങ്ങളെക്കാൾ ഉപരിയായിട്ട് സമ്പത്ത് കൊണ്ടും സ്ത്രീ കൊണ്ടും ഒരു മനുഷ്യൻ എപ്രകാരം നശിക്കാം എന്നുള്ള കാര്യമാണ് രണ്ടധ്യായങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നത്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന വാക്യത്തിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഭഗവാന്റെ രണ്ട് വിവാഹങ്ങളെന്ന വ്യാജേന ഒരു ജീവാത്മാവിനെ നശിപ്പിക്കുന്ന അധപ്പതിപ്പിക്കുന്ന രണ്ട് വസ്തുക്കളാണ് സമ്പത്തും സ്ത്രീയും, കനകവും കാമിനിയും എന്ന് കാണിക്കാനായിട്ട് സമന്തകോപാഖ്യാനം എന്ന ലീല വേദവ്യാസ മഹർഷി വർണ്ണിക്കുന്നു. ഒരു അപരാധം ചെയ്തു പോയ സത്രാജിത്ത് മറ്റാരുടെയും പ്രേരണ കൂടാതെ സ്യമന്തകം എന്ന സുപ്രസിദ്ധമായ രത്നം ഉൾപ്പെടെ തൻ്റെ പുത്രിയായ സത്യഭാമയെ ഭഗവാൻ ശ്രീകൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുത്തു പരീക്ഷത്തെ എന്ന് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞപ്പോഴാണ് ആ കഥ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. സത്രാജിത്ത് ഭഗവാനോട് ചെയ്ത അപരാധം എന്താണ്? സ്യമന്തകം എവിടുന്നാണ് കിട്ടിയത്? പുത്രിയായ സത്യഭാമയെ സത്രാജിത്ത് വിവാഹം കഴിച്ചു കൊടുക്കാൻ, ഭഗവാൻ വിവാഹം ചെയ്തു കൊടുക്കാൻ കാരണം എന്താണ്? ഇതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ട് അധ്യായങ്ങളിലായിട്ട് സ്യമന്തകോപാഖ്യാനം എന്ന കഥ പറയണത്. നേരത്തെ അനുസ്മരിച്ചതുപോലെ സ്യമന്തകോപാഖ്യാനം എന്നുള്ളത് ഒരു കഥയുടെ രൂപത്തിലാണെങ്കിലും ഭഗവാന്റെ രണ്ട് വിവാഹം എന്ന രൂപത്തിലാണെങ്കിലും ഒരു മനുഷ്യനെ അധപ്പതിപ്പിക്കുന്ന പ്രാപഞ്ചിക വസ്തുക്കളിൽ പ്രധാനപ്പെട്ടതാണ് സമ്പത്തും സ്ത്രീയും അല്ലെങ്കിൽ കനകവും കാമവും എന്ന് കാണിക്കണു വേദവ്യാസ മഹർഷി. സൂര്യൻ്റെ അത്യുത്തമ ഭക്തനായിരുന്നു സത്രാജിത്ത് എന്ന യാദവൻ. അതീവ ഭക്തിയോട് കൂടിയിട്ട് പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്ന നാരായണ സ്വരൂപമായിരിക്കുന്ന സൂര്യനാരായണമൂർത്തിയെ ഉപാസിച്ചു. അതിശ്രേഷ്ഠമായ സിമന്തകം എന്ന ഒരു രത്നം കൊടുത്തു സത്രാജിത്തിന്. അതീവ ഭക്തിയോടെ സാത്വികമായ ബുദ്ധിയോടെ പൂജാമുറിയിൽ വെച്ച് ശുദ്ധമായിട്ട് പൂജിക്കൂ. എന്നാൽ ദിവസം 8 ഭാരം കനകം കിട്ടും. 8 ഭാരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 32 കിലോ ആണെന്ന് ചില ആചാര്യന്മാരെ അഭിപ്രായമുണ്ട്. ഏതായാലും ഇങ്ങനെ സമ്പത്ത് കിട്ടും എന്ന് പറഞ്ഞു. ഇങ്ങനെ സാത്വിക ഭാവത്തോടെ പൂജിക്കാനായിട്ട് സൂര്യഭഗവാൻ കൊടുത്തത് സെമന്തകമണി വച്ച് പൂജിക്കാൻ തുടങ്ങിയ സത്രാജിത്ത് ധനം കുമിഞ്ഞുകൂടാൻ തുടങ്ങി. കോടീശ്വരൻ എന്നല്ല, ശതകോടീശ്വരൻ എന്നല്ല, കുബേരനേക്കാളും ശ്രേഷ്ഠനായിരിക്കുന്ന ധനവാനായിരിക്കുന്ന വലിയവനായിട്ട് മാറി സത്രാജിത്ത്. അങ്ങനെയിരിക്കെ സത്രാജിത്തിന് തോന്നി, ഈ രത്നം അല്ലെങ്കിൽ സമ്പത്ത് എൻ്റെ കയ്യിലിരുന്നാൽ അത് ലോകരറിയില്ല. ലോകരറിയണം, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനാണെന്നറിയണം, മറ്റുള്ളവരെ സമൂഹത്തിൽ എന്നെ ബഹുമാനിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സത്രാജിത്ത് ആ സെമന്തകരത്നം കഴുത്തിൽ കെട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി പ്രദർശനത്വത്തിന്. ഇതാണ് മനുഷ്യനുള്ള ദൂഷ്യം എന്ന് ഭാഗവതം കാണിച്ചു തരിക. സമ്പത്ത് എന്ന് പറയുന്നത് സാത്വികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അത് പൂജാമുറിയിൽ വെച്ച് പൂജിക്കുമെന്നാണ് സൂര്യൻ പറഞ്ഞത്. പക്ഷേ സമ്പത്തിൻ്റെ അഹങ്കാരം വന്നപ്പോൾ ഇന്നത്തെ മനുഷ്യർക്കും എന്നത്തെ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവത്തിനെ കാണിക്കണു, ലോക സ്വഭാവത്തിനെ കാണിക്കണു. പണം ഉണ്ടായാൽ പോരാ, അത് 4 പേരറിയണം, അത് 4 പേരുടെ അംഗീകാരം കിട്ടണം, സമൂഹത്തിൽ താൻ കേമനാണ്, ശ്രേഷ്ഠനാണ് എന്ന് ഒരു പേര് കിട്ടണം. ഇതിനു വേണ്ടിയിട്ട് സത്രാജിത്ത് ആ സെമന്തകമണി കഴുത്തിൽ കെട്ടിക്കൊണ്ട് നടക്കണു. ഇംഗ്ലീഷിലെ എക്സിബിഷനിസം, പ്രദർശന മനോഭാവം, അത് സമ്പത്തിന് വന്നു കഴിഞ്ഞാൽ അത് ആപത്തായി തീരും. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പ്രദർശന സ്വഭാവം കാണിക്കുന്നത് രജോ ഗുണമാണ് എന്നാണ് ആചാര്യന്മാർ പറയുക. ഇത് കഴുത്തിൽ കെട്ടിക്കൊണ്ട് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഈ സെമന്തകമണി കഴുത്തിൽ ധരിച്ചുകൊണ്ട് സത്രാജിത്ത് അവിടുന്ന് നേരെ പുറപ്പെട്ട് വന്നത് ദ്വാരകാപുരിയിൽ ഭഗവാന്റെ കൊട്ടാരത്തിലേക്കാണ്.
നേരിയ ഒരു ഉത്തരീയം കൊണ്ട് പുതച്ചു. ഈ സ്യമന്തകമണിയുടെ പ്രകാശം പുറത്തേക്ക് കാണണം, എന്താണെന്ന് ഭഗവാൻ ചോദിക്കണം, ഭഗവാനിൽ നിന്ന് ഒരു ബഹുമതി അംഗീകാരം കിട്ടണം, നന്നായി എന്ന് പറയിപ്പിക്കണം. ലക്ഷ്മീപതിക്ക് എന്തിനാണ് സ്വർണം, അല്ലെങ്കിൽ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്ന് ചിന്തിച്ചില്ല. ഇങ്ങനെ സൂര്യനെ പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടെ സ്യമന്തകരത്നം കഴുത്തിൽ കെട്ടിക്കൊണ്ട് സത്രാജിത്ത് ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ കാവൽക്കാരുടെ കണ്ണെല്ലാം മങ്ങിപ്പോയി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടെ ഒരു തേജസ് വരണ കണ്ടപ്പോ ഏഷ ആയ അതിസവിത ത്വാം ദിദൃക്ഷുജകൽപതേ മുഷ്ണൻ ഗഭസ്തി ചക്രേണ നൃണാം ചക്ഷുഷി ദിഗ്മഗു എന്ന് പറഞ്ഞു കാവൽക്കാര്. ഹേ ഭഗവാനെ, ദേ സൂര്യഭഗവാൻ താഴേക്ക് ഇറങ്ങി വരണു അങ്ങയെ കാണാനായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടെ. ഭഗവാൻ പറഞ്ഞു സൂര്യനൊന്നുമല്ല, സൂര്യൻ താഴേക്ക് ഇറങ്ങി വന്നാൽ ഭൂമിയുടെ കഥ കഴിഞ്ഞു. ഇത് സത്രാജിത്ത് വരണതാണ് സ്യമന്തകമണിയും കഴുത്തിൽ കെട്ടിക്കൊണ്ട് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, സാരമില്ല, അത് സൂര്യനൊന്നുമല്ല എന്ന്. സത്രാജിത്തിനെ ആതിഥ്യ മര്യാദയോടുകൂടി ഭഗവാൻ അർഘ്യപാദ്യാസനാദികളെല്ലാം കൊടുത്ത് സ്വീകരിച്ചിരുത്തി. എന്താ സത്രാജിത്തെ വിശേഷിച്ച്? ഒന്നുമില്ല, വെറുതെ വന്നതാ, ഈ വഴിക്ക് വന്നപ്പോൾ അങ്ങയൊന്ന് സന്ദർശിച്ചു പോവാം എന്ന് കരുതിയിട്ടാണ്. ഭഗവാന് മനസ്സിലായി ഈ സ്യമന്തകരത്നം തന്നെ കാണിക്കണം, തൻ്റെ കയ്യിൽ നിന്ന് ഒരു ബഹുമതി അംഗീകാരം കിട്ടണം, താൻ കേമനാണ് എന്ന് സത്രാജിത്തിന് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ബഹുമതി കിട്ടണം. ആ സമയത്ത് ഭഗവാൻ സർവജ്ഞനായതുകൊണ്ട് സത്രാജിത്തിനോട് ചോദിച്ചു, സത്രാജിത്തെ, അങ്ങയുടെ കയ്യിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രത്നം ഉണ്ടെന്ന് കേട്ടുല്ലോ. ഉവ്വ് ഞെളിഞ്ഞിരിഞ്ഞുകൊണ്ട് സത്രാജിത്ത് പറഞ്ഞു. ഭഗവാൻ ചോദിച്ചു, എനിക്കിതം രത്നവരം തരാമോ, നിനക്കു വേണ്ടും ഫലമിന്നു നൽകാം. ആ രത്നം അങ്ങയുടെ കയ്യിലിരിക്കുന്നത് അപകടമാണ്. ആ രത്നം എനിക്ക് തരുമോ? അങ്ങക്ക് എന്താ ഫലം വേണ്ടെന്ന് തരാം. വേഗം ചാടി എണീറ്റു സത്രാജിത്ത്. ഭഗവാൻ ചോദിച്ചതിൻ്റെ താല്പര്യം മനസ്സിലായില്ല. ഭഗവാൻ ഏതെങ്കിലും ഒരു വസ്തുവിൽ കണ്ണു വെച്ച് കഴിഞ്ഞാൽ അത് മോഷ്ടിക്കും എന്നുള്ളത് സത്രാജിത്തിന് പണ്ടത്തെ കഥകളിൽ നിന്ന് അറിയാം. നവനീത ചോരം മൃജംഗനാനാം ചതുകൂല ചോരം എന്നാണ് എല്ലാവരും പറയുക. കുട്ടിക്കാലത്ത് പാലും വെണ്ണയും കട്ടായിരുന്നു വ്രജത്തിൽ നടന്നിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ വൃന്ദാവനത്തിലെത്തിയപ്പോൾ ആ ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങളെ അപഹരിക്കാൻ തുടങ്ങി. പിന്നെ ഗോപികമാരുടെ മനസ്സിനെ അപഹരിച്ചു. ഏറ്റവും ഒടുക്കം ഒരു സ്ത്രീയെ തന്നെ അപഹരിച്ചു. ജഹാര കൃഷ്ണോ ദ്വിഷതാം സമീക്ഷതാം, രുക്മിണിയെ അപഹരിച്ചു എന്നും കേട്ടു. ഇങ്ങനെ ഏതൊരു വസ്തുവും അതിൽ ഭഗവാൻ കണ്ണു വെച്ച് കഴിഞ്ഞാൽ അത് അപഹരിക്കും. പേര് തന്നെ അങ്ങനെയാണല്ലോ, ഹരി എന്ന, ഹരതി ഇതി ഹരി. അതുകൊണ്ട് ഇനി അധിക സമയം ഇവിടെ നിൽക്കണം നല്ലതല്ല. തന്നെ ഹിംസിച്ചിട്ടാണെങ്കിലും ഈ മണി കരസ്ഥമാക്കുവോ? വേഗം അവിടുന്ന് ചാടി എണീറ്റു. കൃഷ്ണ, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്രയായി. ജന്മാദ്യസ്യ യഥ എന്ന വാക്യത്തിൽ പറയുന്ന ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഭഗവാന് ലക്ഷ്മീപതിക്ക് എന്തിനാ സ്വർണം? അത് ചിന്തിച്ചില്ല ബുദ്ധിഹീനനായ സത്രാജിത്ത്. സത്രാജിത്തിനെ സ്യമന്തകരത്നം നൽകിയതായ സൂര്യനെ പോലെ അനേകായിരം സൂര്യന്മാരെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന സച്ചിദാനന്ദമൂർത്തിയാണ്. സച്ചിദാനന്ദരൂപായ വിശ്വൽപത്യാദേഹേതവേ എന്ന് സജ്ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സച്ചിദാനന്ദമൂർത്തിയുടെ മാഹാത്മ്യത്തിനെ മനസ്സിലാക്കിയില്ല. വേഗം ചാടി എണീറ്റു. കാരണം കുട്ടിക്കാലത്തെ സ്വഭാവം മാറ്റിയിട്ടുണ്ടാവില്ല കൃഷ്ണൻ ഇപ്പോഴും. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നല്ലേ. അപ്പൊ എന്നെ അപായപ്പെടുത്തിയിട്ട് ഈ രത്നം അപഹരിച്ചാലോ? അവിടുന്ന് ചാടി എണീറ്റു. പെട്ടെന്ന് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ആചാര്യന്മാര് പറയുന്നുണ്ട്, വിശേഷപ്പെട്ട ഒരു ദ്രവ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചോദിക്കാതെ തന്നെ മഹാത്മാക്കൾക്ക് സമർപ്പിക്കേണ്ടതാണ്. മഹാത്മാക്കൾ അത് ചോദിച്ചിട്ടും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അനർത്ഥങ്ങൾക്ക് കാരണമായി തീരും. സ്വയമേവോത്തമം ദ്രവ്യം മഹദർപ്യം സമാദരാത്
തദ്യാചിതോപ്യദാനേന പരോനർത്ഥോത്ര സൂചിത. ചോദിക്കാതെ തന്നെ സജ്ജനങ്ങൾക്ക് ഭക്തി ബഹുമാനങ്ങളോടെ കൊടുക്കേണ്ടതാണ്. അറിഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അനേകം അനർത്ഥങ്ങൾ ഉണ്ടാവും എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. ഇതൊന്നും ആലോചിക്കാതെ സത്രാജിത്ത് അവിടുന്ന് ചാടി എണീറ്റു, യാത്രയായി. സത്രാജിത്തിന്റെ ഈ പ്രശസ്തി ലോകമെങ്ങും വ്യാപിച്ചു. കുബേരനേക്കാൾ കോടീശ്വരൻ എന്ന് വേണമെങ്കിൽ പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്രാജിത്തിന്റെ അനുജൻ പ്രസേനജിത്ത് ഈ സ്യമന്തകരത്നം ഏട്ടനോട് ചോദിച്ചത്. ജ്യേഷ്ഠ, കുറെ കാലമായില്ലേ ജ്യേഷ്ഠൻ കെട്ടി നടക്കണു, ഇനി ഞാൻ കുറച്ച് ദിവസം കെട്ടി നടക്കട്ടെ. ശരി, സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞത് കൊടുത്തു. അതെന്തിനാണ് ഉപയോഗിച്ചത് പ്രസേനജിത്ത് എന്നാണെങ്കിൽ, ആ യാദവൻ തന്നനുജൻ പ്രസേനൻ നായാട്ടിനുദ്യോഗമുടൻ തുടങ്ങി സ്യമന്തകം അഗ്രജനോടു മേടിച്ച മന്ദമോദേനകളെ ധരിച്ചാൻ. നായാട്ടിനായിട്ട് പുറപ്പെട്ടതാണ് പ്രസേനജിത്ത് എന്ന അനുജൻ. ഇത് കഴുത്തിൽ കെട്ടിക്കൊണ്ട് നായാട്ടിനായിട്ട് പോയി. ഇന്നത്തെ ജനങ്ങളുടെ ആ അവിവേക ബുദ്ധി, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയില്ലേ, ആ അവിവേകത്തിനെ ഇവിടെ കാണിക്കണു. ധനം എന്ന് പറയുന്നത് ദാനധർമാദികൾക്കായിട്ട് സാത്വികമായിട്ട് ഉപയോഗിക്കേണ്ട വസ്തുവാണ്. അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇന്നത്തെ കലിയുഗ മനുഷ്യൻ എവിടെയെല്ലാം സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാമോ അവിടെയെല്ലാം സ്വർണ്ണാഭരണങ്ങൾ ധരിക്കണു. 10 പവന്റെ മാലയുണ്ടെങ്കിൽ അതിൽ 5 പവന്റെ ലോക്കറ്റ് ധരിച്ചുകൊണ്ട് വസ്ത്രത്തിന് മുകളിൽ കൂടെ അത് മറ്റുള്ളവരെ പ്രദർശിപ്പിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഏതെങ്കിലും മോഷ്ടാക്കൾ വന്ന് അത് റാഞ്ചിക്കൊണ്ട് പോവുക. പിന്നെ ജീവിതകാലം മുഴുവൻ ആ ദുഃഖം പോവില്ല. കലിയുടെ ഇരിപ്പിടമാണ് സമ്പത്ത് അഥവാ സ്വർണം. ജാതരൂപം അതാത് വിഭു പ്രഥമസ്കന്ധത്തിൽ കണ്ടതാണ്. സകല അനർത്ഥങ്ങൾക്കും കാരണമായി തീരണതാണ് ഈ സമ്പത്ത്. ഏകാദശ സ്കന്ധത്തില് ഭിക്ഷുഗീതയിൽ നമുക്ക് കാണാം, സമ്പത്തിന് സംസ്കൃതത്തില് അർത്ഥം എന്നാണ് പറയുക. പക്ഷെ ആചാര്യന്മാര് പറയണു അർത്ഥം എന്നല്ല ശരിക്കുള്ള പേര്, അനർത്ഥം എന്ന് പറയണം. അവിടെ ഭിക്ഷുഗീതയിൽ നമുക്ക് കാണാം 15 തരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും നിന്ദ്യമായ വസ്തുവാണ് സമ്പത്ത് എന്ന് പറയുക. പക്ഷെ ഇന്നത്തെ മനുഷ്യൻ ആ സമ്പത്തിന്റെ പുറകെയാണ് പരക്കം പാഞ്ഞ് നടക്കുന്നത്. എത്ര കൂട്ടിയാലും മതിയാവണില്ല. ഹേ മർത്യ, ഭോഗത്തിനു വേണ്ടി വിത്തം കൂമ്പാരമാക്കുന്നവനല്ലയോ നീ, നാളേക്ക് വേണ്ടെന്നത് എടുത്തിടാത്ത മൃഗത്തിനങ്ങൊന്ന് നമസ്കരിക്കൂ എന്നാണ് കവികൾ പാടിയിരിക്കുന്നത്. അപ്പൊ എത്ര കിട്ടിയാലും മതിയാവണില്ല. ഇങ്ങനെ സമ്പത്ത് കൂട്ടിവെച്ചാൽ അത് ദുഃഖത്തിന് കാരണമായി തീരും എന്ന് മനസ്സിലാകില്ല. അർത്ഥാനാം ആർജനേ ദുഃഖം ആർജിതാനാം തു രക്ഷണേ. സമ്പത്ത് ഉണ്ടാക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. അതുണ്ടാക്കിയാൽ അത് നിലനിർത്താനോ സൂക്ഷിക്കാനോ അതിലേറെ ബുദ്ധിമുട്ട്. ആയം ദുഃഖം, വ്യയം ദുഃഖം. സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് വിഷമം, നഷ്ടപ്പെട്ടാൽ അതിലേറെ വിഷമം. ഇങ്ങനെ ആദിമധ്യാന്തം ദുരിതം സമ്മാനിക്കുന്ന സമ്പത്തിന്റെ പുറകെയാണ് മനുഷ്യൻ പോകുന്നത്. സമ്പത്ത് ഉപയോഗിക്കേണ്ട യഥാർത്ഥമായിട്ട് ധനം ച ധർമ്മൈക ഫലം ഏകാദശ സ്കന്ധത്തിൽ നമുക്ക് കാണാം. സമ്പത്ത് ഉപയോഗിക്കേണ്ടത് ദാനധർമാദികൾക്കായിട്ടാണ്, ശ്രേഷ്ഠമായ കർമ്മങ്ങൾക്കാണ്, സാത്വികമായ കാര്യങ്ങൾക്കാണ്. ഇവിടെ സത്രാജിത്ത് രജോ ഗുണപ്രധാനിയായിട്ട് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചു. ഇതാണ് ഇന്നത്തെ മനുഷ്യന്റെ കുഴപ്പം. സ്വർണം കൊണ്ട് ഗോളക ഇട്ടതുപോലെയാണ് മനുഷ്യൻ ആഭരണങ്ങൾ ധരിക്കുക, പ്രത്യേകിച്ച് വിവാഹാഘോഷ വേളകളിൽ. ഈ സ്വർണ്ണാഭരണങ്ങൾ ശരീരത്തിൽ ധരിച്ചതുകൊണ്ട് സുഖമാണോ ഉണ്ടാവണത്, ദുഃഖമാണോ ഉണ്ടാവണത് എന്ന് ഇന്ന് ലോകത്തിന്റെ ഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആഭരണങ്ങൾ എത്രത്തോളം ധരിച്ചിരിക്കണോ അത്രത്തോളം ദുരിതങ്ങളാണ് ഉണ്ടാവണേ. സത്രാജിത്ത് രജോ ഗുണപ്രധാനിയായി, അതിലും ഒരുപടി കടന്നു പ്രസേനജിത്ത് തമോ ഗുണപ്രധാനിയായിട്ട് ഹിംസയ്ക്കായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ പ്രസേനജിത്ത് കാടളക്കിക്കൊണ്ട് അവിടെ ചുറ്റി നടക്കുന്ന സമയത്ത് വേട്ടയ്ക്കു പോയാനൊരു യാദവൻ പോൽ കൂട്ടം പിരിഞ്ഞിട്ടവനേകനായി. കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി പ്രസേനജിത്ത്. സൈന്യങ്ങളെല്ലാം പല സ്ഥലത്ത് സഞ്ചരിക്കുന്ന സമയത്ത് പ്രസേനജിത്ത് ഒറ്റപ്പെട്ടു പോയി.
അങ്ങനെ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് സഞ്ചരിക്കണു. ചുവന്ന തൊടുത്ത സെമന്തകരത്നം കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു സിംഹം അത് കണ്ടു. ചുവന്ന തൊടുത്ത രത്നം കണ്ടപ്പോൾ അതൊരു മാംസകഷ്ണമാണെന്ന് വിചാരിച്ച് കുതിരയുടെ മുകളിലേക്ക് ഒരു ചാട്ടം. ഒരു കടിക്ക് കുതിരയെ കൊന്നു, ഒരടിക്ക് പ്രസേനജിത്തിനെയും കൊന്നു. തിന്നാനുള്ള സാധനമാണെന്ന് കരുതി ആ സെമന്തകരത്നം കടിച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണ്. ആ സമയത്താണ് ജാംബവാൻ എന്ന കരടിക്കുരങ്ങ് ഋക്ഷരാജാവ് കണ്ടത്. കണ്ടു എന്ന് പറയാൻ പറ്റില്ല. കൃതയുഗത്തിൽ ഉണ്ടായ ആളാണ് ജാംബവാൻ എന്ന് പറയുന്നത്. ആ ജാംബവാന്റെ ഗുഹ എന്ന് പറയുന്നത് ഗൗതമി നദീ തീരത്താണ്, ഇന്നത്തെ ഗോദാവരി നദീ തീരത്ത്. അവിടെ ആ ജാംബവാൻ അതിശക്തമായിരിക്കുന്ന പ്രകാശം കണ്ണിലടിച്ച സമയത്ത് കൺപോള ഉയർത്തി നോക്കി. എത്രത്തോളം പ്രായമുണ്ട് ജാംബവാന് എന്ന് കയ്യും കണക്കുമില്ല. ബ്രഹ്മാവിൻ്റെ കോട്ടുവായിൽ നിന്നുണ്ടായതാണ് ജാംബവാൻ എന്നാണ് വാരാഹപുരാണമൊക്കെ പറയുക. പൂർവമേവമയാ അസൃഷ്ടോ ജാംബവാൻ വൃക്ഷപുങ്കവ ജർഭമാണസ്യ സഹസ മമ വക്ത്ര അജായത. ബ്രഹ്മാവിൻ്റെ കോട്ടുവായിൽ നിന്നുണ്ടായ ആദ്യ പുരുഷനാണ് ജാംബവാൻ. എത്രത്തോളം പ്രായമുണ്ട് എന്ന് കയ്യും കണക്കില്ല. ജരാനരകൾ ബാധിച്ചിരിക്കണു. എന്നാൽ കേൾവിക്ക് ഒരു തകരാറുമില്ല. കൺപോളകൾ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു വസ്തു കാണണമെങ്കിൽ രണ്ട് കൈകൾ കൊണ്ടും കൺപോളകൾ പൊക്കി നോക്കണം. അതിശക്തമായിട്ടുള്ള പ്രകാശം കണ്ണിലടിച്ചപ്പോൾ എന്തിൽ നിന്നാണ് ഈ പ്രകാശം വരണത്? നമ്മൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അതിശക്തമായ പ്രകാശം കണ്ണിലടിച്ചാൽ നമുക്ക് അനുഭവപ്പെടും. അത് കണ്ണു തുറന്നു നോക്കി ജാംബവാൻ. അപ്പോഴാണ് ഒരു രത്നം, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന തേജസ്സോട് കൂടിയ ഒരു രത്നത്തിനെ ഒരു സിംഹം കടിച്ചുകൊണ്ട് പോണു. സിംഹത്തിന് എന്തിനാണ് ഈ രത്നം? ഒറ്റ അടിക്ക് ആ സിംഹത്തിനെ കൊന്നു. ആ സെമന്തകരത്നത്തിനെ കരസ്ഥമാക്കി ജാംബവാൻ. ആദി പുരുഷനാണ് ജാംബവാൻ. കണ്ണ് തീരെ പിടിക്കില്ല. ജാംബവാൻ എത്രത്തോളം ആയുസ്സുണ്ട് എന്നുള്ളത് പല പുരാണങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ബ്രഹ്മാവിന് 5 തലകൾ ഉണ്ടായിരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത്രേ ജാംബവാൻ. 5ാമത്തെ മുകളിലേക്കുള്ള ശിരസ് നുണ പറഞ്ഞതിന്റെ ഫലമായിട്ട് മഹാദേവൻ മുറിച്ചു കളഞ്ഞു എന്ന് ശിവപുരാണത്തിൽ കാണാം. അങ്ങനെയുള്ള ബ്രഹ്മാവിനെ 5 തലയായിട്ട് കണ്ടിട്ടുണ്ട്. പർവ്വതങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ദ്രൻ മുറിച്ചതാണല്ലോ വജ്രായുധം കൊണ്ട്. പർവ്വതങ്ങൾക്ക് ചിറകുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. പാമ്പുകൾക്ക് ഒരു നാവ് മാത്രമായിട്ട് ദ്വന്ദ്വജിഹ്വന്മാരാണ്, ഇരട്ടനാക്കന്മാരാണ് സർപ്പങ്ങൾ. അമൃത് വച്ചിരുന്ന ദർഭപ്പുല്ല് നക്കിയപ്പോഴാണ് നാവ് കീറിയിട്ട് 2 ആയത് എന്ന. അപ്പൊ അതിനു മുൻപ് ജീവിച്ചിരുന്ന ആളാണ് ജാംബവാൻ. സർപ്പങ്ങളെ ഒരു നാവായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മഹാദേവനെ നീലകണ്ഠനല്ലാണ്ട് കണ്ടിട്ടുണ്ട് എന്ന. പാലാഴിമഥന സമയത്ത് കാളകൂട വിഷം, ഹാലാഹലം എന്ന വിഷം കഴിച്ചപ്പോഴാണ് ഭഗവാൻ മഹാദേവൻ നീലകണ്ഠനായി തീർന്നത്. അതുവരെ ലോഹിതവർണ്ണനായിരുന്നു. മഹാദേവനെ നീലകണ്ഠനല്ലാതെ കണ്ടിട്ടുണ്ട്. ഭഗവാൻ ശ്രീഹരിക്ക് ശ്രീവത്സം എന്ന മറുകുണ്ടാകുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ പല കഥകളിലും ജാംബവാനെ കുറിച്ചുള്ള പരാമർശം കാണാം. അത്രയധികം പ്രായമുണ്ട് ജാംബവാന് എന്നർത്ഥം. അപ്പൊ കണ്ണുകളിലേക്ക് അതിശക്തമായ പ്രകാശം അടിച്ചപ്പോഴാണ് ജാംബവാൻ ഇത് കണ്ടതും സിംഹത്തിനെ വധിച്ചതും ആ രത്നം എടുത്തുകൊണ്ട് പോയതും. വിലപിടിപ്പുള്ള രത്നമാണ് എന്നല്ല ജാംബവാന് തോന്നിയത്. ഒരു കൗതുകം തോന്നി ആ സെമന്തകരത്നം കണ്ടപ്പോൾ. അത് കയ്യിലെടുത്തു കൊണ്ടുപോയിട്ട് ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുപോയി തൻ്റെ കുട്ടിക്ക് കളിക്കാനായിട്ട് കൊടുത്തു. ഇങ്ങനെ സെമന്തകരത്നം കഴുത്തിലണിഞ്ഞ ആ പ്രസേനജിത്ത് നായാട്ടിന് പോയിട്ട് തിരിച്ചു വന്നില്ല. കൂട്ടുകാരെല്ലാം തിരിച്ചു വന്നു. പ്രസേനനെ കാണാനില്ല എന്ന വാർത്തയേക്കാൾ ഉപരി കൂടുതൽ പ്രശസ്തി കിട്ടിയത് സെമന്തകരത്നം കാണാനില്ല എന്ന. സെമന്തകരത്നം കാണാതായ സമയത്ത് നാട്ടുകാര് പലതും ഇങ്ങനെ പറയാൻ തുടങ്ങി. പ്രസേനജിത്തിനെ കാണാനില്ല, അവൻ കഴുത്തിളഞ്ഞ സെമന്തകരത്നവും കാണാനില്ല.
ഇങ്ങനെ കാട്ടുതീ പോലെ വാർത്ത പരന്നപ്പോൾ സത്രാജിത്തിന്റെ അടുത്ത് ജനങ്ങൾ വന്ന് ചോദിച്ചു, രാജഭടന്മാർ വന്ന് ചോദിച്ചു, അങ്ങേക്ക് ആരൊക്കെങ്കിലും സംശയമുണ്ടോ എന്ന്. വ്യംഗ്യമായിട്ട് സത്രാജിത്ത് പറഞ്ഞു, ചോദിച്ചു വന്നേനൊരു ദേഹമപ്പോൾ ആദിക്കു തന്നെ മണികണ്ട നേരം, ആ ദിക്കു തന്നെ തിരയുന്ന നേരം ബോധിക്കുമെല്ലാം അതു നിശ്ചയം മേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സ്യമന്തകരത്നം കണ്ടപ്പോൾ ഒരു വിദ്വാൻ എന്നോട് ഇത് ചോദിച്ചു, ഇത് തരാമോ എന്ന്. ഞാൻ കൊടുത്തില്ല. ഞാൻ ചാടി എണീറ്റ് പെട്ടെന്ന് യാത്രയായി. അയാളോട് അന്വേഷിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും എന്നാണ് എൻ്റെ വിചാരം എന്ന സത്രാജിത്ത് ഇങ്ങനെ ഒരു സൂചന പറഞ്ഞപ്പോഴേക്കും കർണേ കർണേ ജപഞ്ജന, ഓരോരുത്തര് അവരുടെ പൊടിപ്പും തൊങ്ങലും വെച്ച് സംസാരിക്കാൻ തുടങ്ങി. ഒരുവൻ രണ്ടാമനോട് പറയുമ്പോൾ കുറച്ച് മനോധർമ്മം കൂട്ടും, രണ്ടാമൻ മൂന്നാമനോട് പറയുമ്പോൾ അവൻ്റെ പൊടിപ്പും തൊങ്ങലും വയ്ക്കും, പിന്നെ മൂന്നാമത്തവൻ നാലാമത്തവനോട് പറയുമ്പോൾ അവൻ്റെ അതിശയോക്തി. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് 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 ഭഗവാന്റെ ചെവിയിലെത്തി ഈ കാര്യങ്ങളെല്ലാം. ഏറ്റവും ഒടുക്കം ഭഗവാൻ ആണ് ഇതിൻ്റെ പുറകില് എന്ന് പറഞ്ഞ്, കേട്ടിയിലയോ കിഞ്ചന വർത്തമാനം എന്ന് പറഞ്ഞ് ജനങ്ങൾ പറയാനായിട്ട് തുടങ്ങി. ഉച്ചയ്ക്കു കുത്തിക്കവരുന്ന ദിക്കിൽ വച്ചേക്ക നന്നോ ധനധാന്യമെല്ലാം എന്ന് പറയാനായിട്ട് തുടങ്ങി. അതെന്താ കാരണം? സ്യമന്തകരത്നം കാണാനില്ല. പ്രസേനജിത്തിനെ കൃഷ്ണൻ വധിച്ച് ആ സ്യമന്തകരത്നം അപഹരിച്ചു എന്ന് പറഞ്ഞ് അപഹരണവും കൊലപാതകവും ഭഗവാന്റെ ശിരസിലായി. കാരണം കൊച്ചുകുട്ടിയിലെ തന്നെ പാലും വെണ്ണയും മോഷ്ടിക്കണു, ഗോപികമാരുടെ വസ്ത്രങ്ങൾ മോഷ്ടിക്കണു, രുക്മിണിയെ തന്നെ അപഹരിച്ചു എന്ന കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ തന്നെയാവുള്ളൂ. പ്രസേനനെ കൊന്നവനാരുവാൻ പോൽ പ്രസേനനെ കൊന്നവൻ ഈശ്വരൻ താൻ. ഭഗവാൻ കൊന്നിട്ട് ആ രത്നം അപഹരിച്ചു എന്ന് പറയുന്നു. ചോദിച്ചു പോൽ പണ്ടിതു കൊണ്ടൽ വർണ്ണൻ തഥാ കൊടുത്തില്ലതു യാദവൻ താൻ. കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ കക്കാൻ മടിക്കുന്നു തരം വരുമ്പോൾ. ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അപഹരിക്കുകയാണ്. കൊച്ചുകുട്ടികളെ തന്നെ പാല് തരുവോ വെണ്ണ തരുവോ എന്ന് പറഞ്ഞ് ഗോപികമാരുടെ ഗൃഹത്തിൽ ചെന്ന് ഇരന്ന് ചോദിക്കും. അവർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തൈർക്കലം മന്ധദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദതിഭാജനം ത്വയാ എന്ന് നാരായണീയത്തിൽ പറഞ്ഞതുപോലെ ആ തൈർക്കലം തല്ലി പൊളിച്ച് തനിക്ക് ആവശ്യമുള്ള പാലും വെണ്ണയൊക്കെ എടുക്കുന്ന സ്വഭാവമുണ്ട്. വത്സൻ മുഞ്ചൻ കൊജിത് അസമയേ പശുക്കളെ അഴിച്ചു വിടാറുണ്ട്. ഇങ്ങനെ പാലും വെണ്ണയും ഗോപിമാരുടെ വസ്ത്രവും മനസ്സും സ്ത്രീയെ തന്നെയും അപഹരിക്കുന്നവനാണ് ഹരി. ഹരതി ഇതി ഹരി. അപ്പൊ കൊച്ചുകുട്ടിയിലെ തന്നെ വളർന്നത് പിന്നെ അത് വലുതാവുമ്പോ മാറിയിരിക്കോ? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കൈപ്പുശമിപ്പതുണ്ടോ. കാഞ്ഞിരക്കുരു വളരെ കാലം പാലിലിട്ട് വെച്ച് കഴിഞ്ഞാലും അതിന്റെ സ്വഭാവത്തിന് കയ്പിന് മാറ്റം വരില്ല എന്ന് പറഞ്ഞതുപോലെ കൊച്ചുകുട്ടിയാണെന്നുള്ളത് കാര്യമില്ല. വലുതായാലും ചൊട്ടയിലെ ശീലം ചുടല വരെ. അതുകൊണ്ട് സ്യമന്തകരത്നം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപഹരിച്ചത് കൃഷ്ണൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കർണേ കർണേ ജപഞ്ജന പറയാനായിട്ട് തുടങ്ങി. പ്രായ കൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗത ഭ്രാതാമമേതിത ശ്രുത്വ കർണേ കർണേ ഭജഞ്ജന. ജനങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. ഭഗവാനാണ് പ്രസേനജിത്തിനെ വധിച്ച് സ്യമന്തകത്തിലുള്ള മോഹം കൊണ്ട് സ്യമന്തകരത്നത്തിനെ അപഹരിച്ചത് എന്ന ആ ഒരു വാർത്ത കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞാൽ ഇതിനെ അനുകൂലിക്കാൻ ഒരുപാട് പേരുണ്ട്. കുഞ്ചൻനമ്പ്യാരൊക്കെ പറയും, മുമ്പേ ഗമിച്ചിടിന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം ഒരുത്തനുണ്ടാക്കിന ദുഷ്പ്രവാദം പരത്തുവാൻ ആളുകളുണ്ട സംഖ്യം. ഒരാള് ഒരു നല്ല മനുഷ്യനെ പറ്റി ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരത്താനായിട്ട് ഒരുപാട് പേരുണ്ടാവും. നല്ലത് പറയാൻ ആരും ഉണ്ടാവില്ല. മോശമായിട്ടുള്ളത് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ, മനസാ വാച കർമ്മണ ഒന്നും അറിയാത്ത ആൾക്കാരെ പോലും കരുതേച്ച് കാണിക്കാൻ, അപമാനിക്കാൻ, പരദൂഷണം പറയാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്. മറ്റുള്ളവരെ പറ്റിയുള്ള ദൂഷണം പറയാനായിട്ടാണ് ഏറ്റവും വലിയ
ഉത്സാഹം ജനങ്ങൾക്ക്. അത് കലിയുഗ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. പട്ടരിപാട് 80ാമത്തെ ദശകത്തിൽ പറയും, ജനാനാം പീയൂഷം ഭവതി ഗുണിനം ദോഷകണിക. ഈ സജ്ജനങ്ങളെ കുറ്റം പറയുക എന്നുള്ളത്, ഗുണവാന്മാർക്ക് അല്പമെങ്കിലും ഒരു ചെറിയ ദോഷമുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് അമൃതാണ്, അത് പറഞ്ഞു നടക്കലാണ്. ദോഷമില്ലെങ്കിൽ പോലും നിഷ്കളങ്കരായ ആൾക്കാരെ പോലും കരുതേച്ച് കാണിക്കുക, അപമാനിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് 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 ഭഗവാന്റെ മുമ്പിലെത്തി, ഭഗവാന്റെ ചെവിയിലെത്തി, താൻ പ്രസേനജിത്തിനെ വധിച്ച് സ്യമന്തകരത്നം അപഹരിച്ചു എന്നുള്ള കഥ. ഭഗവാൻ തീർച്ചയാക്കി ഇങ്ങനൊരു അപവാദം തൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. തൻ്റെ നിരപരാധിത്വം, തൻ്റെ നിഷ്കളങ്കത ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണം. തൻ്റെ അപകീർത്തി ഇല്ലാതാക്കണം. സത്രാജിത്തിൻ്റെ കുറെ സേനാനായകന്മാരെ, കൂട്ടുകാരെ വിളിച്ചു, തൻ്റെ കുറെ പടയാളികളെ വിളിച്ചു, കുറെ മധ്യസ്ഥരായ പൊതുജനങ്ങളെ വിളിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് കാട് ഇളക്കി മറിച്ച് നോക്കാൻ തുടങ്ങി. ആ വനത്തിന്റെ മുക്കും മൂലയും അരിച്ചു പറക്കിയ സമയത്താണ് പ്രസേനജിത്ത് മരിച്ചു കിടക്കണു, തൊട്ടടുത്ത കുതിര ചത്ത് കിടക്കണു. സ്യമന്തകരത്നം കാണാനില്ല. അവിടെ ഒരു സിംഹത്തിന്റെ പാദമുദ്ര. ആ സിംഹത്തിന്റെ പാദമുദ്ര തേടി ചെന്നപ്പോഴാണ് ആ സിംഹം ചത്തു കിടക്കണു. സിംഹം ചത്തു കിടക്കണ നേരത്ത് അവിടെ നോക്കിയപ്പോൾ സമന്തകം കാണാനില്ല. അവിടെ നോക്കിയപ്പോൾ ഒരു കരടിക്കുരങ്ങിന്റെ പാദമുദ്രകൾ. അത് തേടി പോയപ്പോഴാണ് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക്, അന്ധകാരം നിറഞ്ഞ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയത്. ദൂരെ ഒരു പ്രകാശം കാണാനുണ്ട്, ആ സിമന്തകരത്വത്തിന്റെ അതീവമായ പ്രകാശം. ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ പുറത്തു നിന്നോളാം. കാരണം അകത്തേക്ക് പോയാൽ പുറത്തേക്ക് വരുമെന്നുള്ളതിന് ഉറപ്പില്ല. ജിജീവഷോണാം ജീവാനാം ആത്മപ്രേഷ്ഠ ഇഹേപ്സിത എന്ന് ദധീചി മഹർഷി അഷ്ടസ്കന്ധത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും സ്വന്തം ജീവനല്ലേ വലുത്. ആ ഗുഹയ്ക്ക് അകത്തേക്ക് കയറിയാൽ പുറത്തേക്ക് വരാൻ പറ്റുമെന്നുള്ളതിന് ഉറപ്പില്ല. ഭഗവാനെ ഞങ്ങളിവിടെ നിന്നോളാം. ഭഗവാൻ പറഞ്ഞു, ശരി, നിങ്ങൾ കാത്തു നിന്നോളൂ. ഞങ്ങൾ എത്ര ദിവസം നിൽക്കണം എന്ന് ചോദിച്ചു അവർ. ഭഗവാൻ അകത്തേക്ക് പോയാൽ തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് അവർ ചോദിച്ചത്. ഭഗവാൻ പറഞ്ഞു, ഒരു 12 ദിവസം നിങ്ങൾ കാത്തു നിന്നോളൂ, അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ തിരിച്ചു പൊക്കോളൂ. കാവൽക്കാവരവിടെ നിന്നു. ഭഗവാൻ അകത്തേക്ക് അങ്ങോട്ട് കയറിയ സമയത്താണ് ഹരേ രാമ 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 ഹരേ ഹരേ എന്ന രാമനാമൻ ജപിക്കുന്നത് കേൾക്കാനുണ്ട്. ഭക്തശിരോമണിയായിട്ടുള്ള ജാമ്പവാൻ ത്രേതായുഗത്തില് താൻ ശ്രീരാമചന്ദ്ര പ്രഭുവായിട്ട് അവതരിച്ച സമയത്ത് തന്നെ ഒരുപാട് സഹായിച്ച ഭക്ത ശിരോമണിയാണ് ജാമ്പവാൻ എന്ന ഋക്ഷരാജാവ്. ആ ഗുഹയുടെ ചുമരുമേൽ മുഴുവൻ രാമായണ കഥ. കൗസല്യ ദശരഥന്മാരുടെ പുത്രനായിട്ട് താൻ തിരുവവതാരം ചെയ്തത് മുതൽ സരയൂ നദിയിൽ നിമഗ്നനായി സ്വധാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത് വരെയുള്ള രാമായണ കഥ മുഴുവൻ ആലേഖനം ചെയ്തിരിക്കുന്നു. മേഘസുന്ദരനായ ഭഗവാൻ അകത്തേക്കും കൂടെ പ്രവേശിച്ചപ്പോൾ ഒരു കൊച്ചു കുട്ടി അവിടെ ഈ സ്യമന്തകരത്നം വരുന്ന കളിക്കണ കണ്ടു. കുട്ടി ആ രത്നം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഭഗവാൻ. അപരിചിതനായിട്ടുള്ള ഒരാളെ കണ്ട സമയത്ത് ഉറക്ക നിലവിളിച്ചു ആ കുട്ടി, ദേ ഒരു കള്ളം വന്ന് തട്ടിപ്പറിക്കണേന്ന്. ഈ കുട്ടിയുടെ നിലവിളി കേട്ട ധാത്രി ഓടി വന്നു. നോക്കുന്ന സ്ത്രീ അവരുറക്ക നിലവിളിച്ചു. ഭഗവാനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി വന്നു ജാമ്പവാൻ. ഏതോ ശത്രു തൻ്റെ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് കരുതിയിട്ട് അതിശക്തമായിട്ടുള്ള യുദ്ധം ഭഗവാനുമായിട്ട് ഇടിക്കുക, കടിക്കുക, മാന്തുക, ചവിട്ടുക തുടങ്ങിയിട്ടുള്ള സകല ഉപദ്രവങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങി. ഏതൊരു ശത്രുവാണ് എന്നുള്ള മട്ടിൽ ഭക്തശിരോമണിയായിരിക്കുന്ന ജാമ്പവാന്റെ ആ മുഷ്ടി ചുരുട്ടിയുള്ള പുഷ്പാഞ്ജലി സുഖകരമായിട്ട് കൊണ്ടുനിന്നു ഭഗവാൻ. അടിക്കയും തങ്ങളിൽ മുട്ടുകൊണ്ടങ്ങിടിക്കയും മാന്തുകയും നഖാഗ്രഹ കടിക്കയും വൃക്ഷശതങ്ങൾ തല്ലിപ്പൊടിക്കയും എന്ന രീതിയിൽ ജാമ്പവാൻ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ഭഗവാൻ അങ്ങോട്ട് യുദ്ധം ചെയ്ത, ഭഗവാൻ നിന്നു കൊണ്ടു ആ ജാമ്പവാന്റെ പുഷ്പാഞ്ജലി മുഴുവൻ എന്നാണ്
ആചാര്യന്മാര് പറയുക നാരായണീയത്തിലൊക്കെ ഭവന്തമവിതർക്കയന്നതിവയ സ്വയം ജംബവൻ മുകുന്ദ ശരണം ഹിമാം കഹികരോധ്വമിത്യാലപൻ. ഈ മോക്ഷദായകനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നിത്യം ഉപാസിക്കുന്നതായ രാമഭക്തനായ രാമദാസനായ എന്നെ തടയാൻ ഈ ലോകത്തില് ആരാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിഭോ രഘുപതേ ഹരേ ജയ ജയ ഇത്യലം മുഷ്ടഭിശ്ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ജയിച്ചുകൊണ്ട് ഹരേ രാമ ഭഗവാനെ ശ്രീരാമചന്ദ്ര പ്രഭു അവിടുന്ന് ജയിച്ചാലും എന്ന് സ്തുതിച്ചുകൊണ്ട് ചിരം തവതമർച്ചനം വ്യഥിത ഭക്തചൂടാമണി ഹരേ രാമ എന്ന് പറഞ്ഞുകൊണ്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഇടിക്കണു ഭഗവാനെ. ഭഗവാൻ അത് മുഴുവൻ നിന്നുകൊണ്ടു. ആചാര്യന്മാർ അനുസ്മരിക്കാറുണ്ട് ആ ഭക്തശിരോമണിയായ ജാംബവാന്റെ പുഷ്പാഞ്ജലി 28 ദിവസം നിന്നുകൊണ്ടു. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങളാണ്. അതിനിടയ്ക്ക് ഒരു നക്ഷത്രം കൂടിയുണ്ട്, അഭിജിത്ത്. അപ്പൊ 28 നാളുകളിലും 28 നക്ഷത്രങ്ങളിലും പുഷ്പാഞ്ജലി ഉണ്ടായി ജാംബവാന്റെ. ഹരേ രാമ. ഭഗവാനെ പൂജിച്ചുകൊണ്ടിരുന്നാൽ ഭക്തന് മതിയാവില്ല. അതാ 28 ദിവസം നീണ്ടുപോയത്. ഭക്തനിൽ നിന്ന് പുഷ്പാഞ്ജലി സ്വീകരിച്ചാൽ ഭക്തിമാനായ ഭക്തദാസനായ ഭഗവാന് മതിയാവില്ല. അതുകൊണ്ട് ഇത്ര ദൂരം നീണ്ടുപോയി. 28 ആസീത്തദഷ്ടാവിംശാഹം ഇതരേതര മുഷ്ടിഭി. ജാംബവാന്റെ ഇടിയൊക്കെ നിന്നു കൊണ്ടു എന്നാണ് പല കഥകളിലും അതുപോലെ നാരായണീയത്തിലും പട്ടേരിപ്പാട് പറയണത്. ജാംബവാന്റെ പുഷ്പാഞ്ജലി ഭക്തിയാചാരപൂർവമുള്ള ആ പ്രയോഗം അതീവ ഭക്തവാത്സല്യത്തോടെ ഭഗവാൻ നിന്നു കൊണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന് തോന്നി ഇതിനൊരു അവസാനം വേണ്ടേ. പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ പ്രസാദം കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ. ഭഗവാൻ സാവധാനം കൈകൊണ്ടൊന്ന് തൊട്ടു. ഇങ്ങനെ ഭഗവാന്റെ തൃക്കരസ്പർശം കൊണ്ട് പാണിനാ ശങ്കരേണതം പതുക്കെ കൈകൊണ്ട് തൊട്ടുപഴയ്ക്കും മലന്നടിച്ചങ്ങോട്ട് വീണു ജാംബവാൻ. അപ്പോഴാണ് ജാംബവാന് തോന്നിയത് സാധാരണ ഒരാൾക്ക് എന്നെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കണ്ണ് പൊളിച്ചു നോക്കി ജാംബവാൻ. അതേവരെ കണ്ണ് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണിന്റെ പോളയിൽ രോമങ്ങൾ വീണിട്ട് കണ്ണ് കാണാനില്ലായിരുന്നു. ആരോ ശത്രു വന്നു എന്ന് വെച്ചിട്ടാണ് ശക്തമായിട്ട് ഇടിക്കലും ഭഗവാന്റെ വനമാലയും മുത്തുമാലയും എല്ലാം പൊട്ടിച്ചതും ഉത്തരീയം കീറിയതും മേത്ത് മുഴുവൻ നഖം കൊണ്ട് മാന്തിയതും കടിച്ചതും എല്ലാം. ഭഗവാൻ അതെല്ലാം പുഷ്പാഞ്ജലിയായിട്ട് സ്വീകരിച്ചു. എപ്രകാരമാണോ ഭീഷ്മ പിതാമഹന്റെ ആ തീക്ഷ്ണമായ ബാണങ്ങളെ സ്വീകരിച്ചത്. മമ നിശിത ശരേർ വിഭിദ്യമാനത്വചിവിലസത് എന്ന് ഭീഷ്മ പിതാമഹൻ പറഞ്ഞതുപോലെ പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ യുദ്ധഭൂമിയിൽ എപ്രകാരമാണോ പടച്ചട്ട പൊട്ടിയിട്ട് രക്താഭിഷിക്തനായിട്ട് സപുഷ്പ ഇവ കിംശുക വിരരാജരണേ രാജൻ സപുഷ്പ ഇവ കിംശുക എന്ന് പ്രഥമസ്കന്ധത്തിൽ നമ്മൾ കണ്ടതാണ് 9ാമത്തെ അധ്യായത്തിൽ. പൂത്തു നിൽക്കുന്ന മുരുക്ക് പോലെ രക്താഭിഷിക്തനായിട്ട് നിൽക്കണോ ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് ഭീഷ്മപിതാമഹൻ കണ്ടത്. ഏതാണ്ട് അതേ രൂപത്തിൽ നിൽക്കണോ ഇവിടെയും ഭഗവാൻ. പക്ഷെ ഭഗവാന്റെ കരസ്പർശം കൊണ്ട് ജാംബവാന് മനസ്സിലായി തന്നെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഒരാൾക്കേ സാധിക്കുള്ളൂ, സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിന്. ആ കിടന്നുകൊണ്ട് കണ്ണ് പൊളിച്ചു നോക്കി, 2 കൈകൾ കൊണ്ട് കൺപോളകൾ ഉയർത്തി നോക്കിയപ്പോ കോദണ്ഡപാണിയായിട്ട് നിൽക്കണു ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു. കേകീ കണ്ഠാഭനീലം സുരവരവിലസദ്വിപ്രപാദാബ്ജചിഹ്നം ശോഭാഢ്യം പീതവസ്ത്രം സരസിജനയനം സർവദാ സുപ്രസന്നം പാണോ നാരാചാപം കപിനികരയുതം സർവദാ സേവ്യമാനം നൗമീഡ്യം ജാനകീശം സുരപരമനിശം പുഷ്പകാരൂഢരാമം എന്ന് സ്തുതിക്കുന്നതായ കോദണ്ഡപാണിയായ ദാശരഥിയെ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അവിടെ കണ്ടു. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് നമസ്കരിക്കാനായിട്ട് തുടങ്ങി. ഭഗവാനെ അവിടുന്നാണ് വന്നത് എന്നറിഞ്ഞില്ല.
അവിടുത്തെ കരസ്പർശം ഏറ്റപ്പോഴാണ്, അടിയൻ പരാജിതനായപ്പോഴാണ് അടിയനെ മനസ്സിലായത് അവിടെ നിന്നാണ് വന്നത് എന്ന്. കഴിഞ്ഞ 28 ദിവസം അവിടുത്തെ അടിയന്റെ അവിവേകം കൊണ്ട് അവിടുത്തെ ഒരുപാട് ഉപദ്രവിക്കുകയുണ്ടായി. അതെല്ലാം ക്ഷമിക്കണേ ഭഗവാനെ. ജാനേ ത്വാം സർവഭൂതാനാം പ്രാണ ഓജോസഹം ബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. ഭഗവാനെ അവിടെ നിന്നാണ് വന്നത് എന്ന് മനസ്സിലായില്ല. ആ രൂപം കണ്ട് സ്തുതിക്കാൻ തുടങ്ങി. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. കണ്ട് കണ്ട് മതിയായില്ല ആ മേഘസുന്ദര രൂപം, കോദണ്ഡപാണിയായിട്ടുള്ള രൂപം. വീണ്ടും കണ്ട് പൊളിച്ചു നോക്കി. ആ സമയത്താണ് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പാലാഴി തന്നിൽ ഭണിരാജശൽപ്പേ ലീലാസുഖം പൂണ്ടത നിദ്ര കൊള്ളും നീലാംബുദ ശ്യാമള വിഷ്ണുരൂപം നാലാനനാദീനവിതത്ര കണ്ടാൻ. 33 കോടി ദേവന്മാര്, നാരദാദി മഹർഷിമാര്, വേദങ്ങള്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, കിന്നരന്മാര് തുടങ്ങിയിട്ടുള്ള ലോകത്തിലെ മുമുക്ഷക്കളായിട്ടുള്ള സകലരും ഉപാസിക്കുന്നതായ രാജഗോപാല പെരുമാളായിട്ട്, ആദിനാരായണമൂർത്തിയായിട്ട് വൈകുണ്ഠത്തിൽ പാലാഴ്ചയായി കിടക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. വീണ്ടും സ്തുതിച്ചു ജാമ്പവാൻ. ഒരിക്കൽ കൂടെ കണ്ണു തുറന്നു നോക്കി. കണ്ണു തുറന്നപ്പോഴാണ് അവിടെ ശ്യാമസുന്ദരനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് നിൽക്കുന്നു. സാക്ഷാൽ മന്മഥനായിട്ട് കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാഗഗനമംഗരാഗഘന സൗരഭം പീതചേലധൃത കാഞ്ചിതമുദഞ്ജദംശുമണിനോപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ എന്ന പട്ടേരിപ്പാട് രാസക്രീഡാവസരത്തിൽ സ്തുതിച്ചതായ സാക്ഷാൽ മന്മഥനായിട്ട് ഭഗവാൻ അവിടെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കണു. ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതായ സച്ചിദാനന്ദമൂർത്തി ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം, മനുഷ്യവേഷം ധരിച്ചു വന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലായി ജാമ്പവാന്. ജാനേ ത്വം സർവഭൂതാനാം പ്രാണ ഓജസ്സഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം ത്വം ഹി വിശ്വസൃജാം സൃഷ്ട സൃജ്യാനമപിയച്ച സത് കാല കലയതാമീശ പരാത്മാ തഥാത്മനാം. ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് ഭഗവാന്റെ അവതാരങ്ങളെല്ലാം ചൊല്ലിയിട്ട്. മീനായതും കൂർമ്മമതായതും നീ പീനം വരാഹാകൃതി പുണ്ടതും നീ മഹാനൃസിംഹോത്തമനായതും നീ മഹാമതേ വാമനനായതും നീ ക്ഷമാതലേ ഭാർഗവനായതും നീ രമാപതേ രാഘവനായതും നീ ഇഹാപി നീലാംബരനായതും നീ മഹാനുഭാവ പ്രകൃതേ നമസ്തേ. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ചൊല്ലിക്കൊണ്ട് സ്തുതിക്കണം. ഹയഗ്രീവം നിഹത്യാശു വേദൻ സംരക്ഷിതും പുരാ ധൃതമത്സ്യസ്വരൂപായ ശ്രീകൃഷ്ണായ നമോ നമ. തദാ ക്ഷീരോദധൗ മഗ്നമുദ്ധർത്തും മന്ദരാജലം ഗൃഹീത കൂർമ്മരൂപായ ശ്രീകൃഷ്ണായ നമോ നമ. ഹിരണ്യകശിപും ഹത്വാ ജഗദീമവിതും പുരാ നൃസിംഹഗാത്ര സ്വീകർത്രേ ശ്രീകൃഷ്ണായ നമോ നമ. ആദ്യം മത്സ്യമായിട്ട്, പിന്നെ കൂർമ്മമായിട്ട് ഹിരണ്യാക്ഷൻ അപഹരിച്ചു കൊണ്ടുപോയെന്നുള്ള ആ സമയത്ത് ഭൂമി രസാതലത്തിലേക്ക് താന്നുപോയ സമയത്ത് വരാഹാവതാരം സ്വീകരിച്ച്, പിന്നീട് വാമനനായിട്ട് ഹയഗ്രീവം നിഹത്യാശു വേദൻ സംരക്ഷിതും പുരാധൃത മത്സ്യസ്വരൂപായ ശ്രീകൃഷ്ണായ നമോ നമ. തദാ ക്ഷീരോദധൗ മഗ്നമുദ്ധർത്തും മന്ദരാജലം ഗൃഹീത കൂർമ്മരൂപായ ശ്രീകൃഷ്ണായ നമോ നമ. ഹിരണ്യാക്ഷഹൃതം ഭൂമിമുദ്ധർത്തും പ്രളയർണവൽ ധൃതപൗത്രിസ്വരൂപായ ശ്രീകൃഷ്ണായ നമോ നമ. ഹിരണ്യകശിപും ഹത്വാ ജഗദീമവിതും പുര നൃസിംഹഗാത്ര സ്വീകർത്രേ ശ്രീകൃഷ്ണായ നമോ നമ. ഇങ്ങനെ ഓരോ അവതാരങ്ങളെക്കുറിച്ച് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ഇപ്പൊ അവിടുന്ന് അവതരിച്ചത് ഭൂഭാരമുപസംഹർത്തും വസുദേവസ്യ വേശ്മനി ഗൃഹീത അദ്ഭുതരൂപായ ശ്രീകൃഷ്ണായ നമോ നമ എന്ന് പറഞ്ഞ്
ഭഗവാന്റെ അവതാരങ്ങളെല്ലാം ചൊല്ലി നമസ്കരിക്കണു. ഇങ്ങനെ ഭഗവാനെ ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപിൻ അവിടുത്തെ ഈ മേഘസുന്ദരമായ രൂപത്തിനെ ത്രേതായുഗത്തില് ശ്രീരാമാവതാര കാലത്ത് അടിയൻ കണ്ടതാണ്. ഇപ്പൊ അവിടുത്തെ ദർശിക്കാനും അവിടുത്തെ സ്പർശിക്കാനും ഭാഗ്യമുണ്ടായി. അവിടുന്ന് ക്ഷമിക്കണം അടിയന്റെ അപരാധം. അവിടുന്നാണ് എഴുന്നള്ളിയത് എന്നറിയാതെ അവിടുത്തെ ഒരുപാട് ഞാൻ ദ്രോഹിക്കുകയുണ്ടായി, അതെല്ലാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ഭഗവാൻ തൻ്റെ കൈകൊണ്ട് തലോടി ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു ജാംബവാൻ എന്ന ആ വൃക്ഷരാജാവിനെ. സാരമില്ല ജാംബവാൻ, ഇത് എൻ്റെ ഇച്ഛ തന്നെയാണ്. വളരെ കാലമായില്ലേ തൻ്റെ ഭക്തനെ കണ്ടിട്ട് എന്ന മട്ടിൽ ഭഗവാൻ പറഞ്ഞു. ഭക്തനും ഭഗവാനും ഇതിലും വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. അയംഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം എന്ന് ജാംബവാൻ, അയംഹി പരമോലാഭോ നൃണാം സാധു സമാഗമ എന്ന് ഭഗവാൻ. ഇങ്ങനെ ഭഗവാനും ഭക്തനും രണ്ടുപേർക്കും ഒരേപോലെ മിഥോരഥി മിഥതുഷ്ടി എന്ന് പറഞ്ഞതുപോലെയാണ്. രണ്ടുപേർക്കും വളരെ സന്തോഷമായി. ജാംബവാൻ ചോദിച്ചു അഞ്ജലിബദ്ധനായിട്ട്, ഭഗവാനെ സകല കാരണങ്ങൾക്കും കാരണഭൂതനാണ് അവിടുന്ന്. അങ്ങനെ ഇരിക്കുന്ന അവിടുന്ന് ഈ എളിയ ഗുഹയിലേക്ക്, അടിയന്റെ ഗുഹയിലേക്ക് എഴുന്നള്ളാൻ എന്താ കാരണം? വെറുതെ അവിടുന്ന് വരില്ല, അടിയനറിയാം. ഭക്തവാത്സല്യം കൊണ്ട് അടിയനെ അനുഗ്രഹിക്കാനാണെന്ന് മനസ്സിലായി. അതിലുപരിയായിട്ട് എന്തോ ഒരു കാരണമുണ്ടല്ലോ. അതെന്താണ്? ഭഗവാൻ പറഞ്ഞു, മണിഹേതോരിഹ പ്രാപ്ത വയം വൃക്ഷപതേ ബിലം മിഥ്യാപിശാപം പ്രമൃജൻ ആത്മനോ മണിനാമുന. ഈ സെമന്തകരത്നം കാരണമാണ് ജാംബവാൻ ഞാൻ ഇവിടെ വന്നത്. ഈ സെമന്തകരത്നം ഞാൻ അപഹരിച്ചു എന്നും പ്രസേനജിത്തിനെ ഞാൻ വധിച്ചു എന്നും ഒരു അപവാദമുണ്ട്. അത് തീർത്തിട്ട് ലോകത്തിന്റെ മുൻപിൽ എൻ്റെ നിരപരാധിത്വം പ്രദർശിപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഭക്തി ആചാരങ്ങളോട് കൂടിയിട്ട് ജാംബവാൻ ആ സെമന്തകരത്നത്തിന് ഭഗവാന്റെ കയ്യിൽ കൊടുത്തു. ഭഗവാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അഞ്ജലിബദ്ധനായിട്ട് ജാംബവാൻ പറഞ്ഞു, ഭഗവാനെ അടിയന് ഒരു അപേക്ഷ കൂടിയുണ്ട്. അടിയന്റെ പുത്രിയായ ഈ ജാംബവതി എന്ന കന്യകയെ അവിടുന്ന് പത്നിയായിട്ട് സ്വീകരിക്കണം. ഇത് അടിയന്റെ ഒരു പ്രാർത്ഥനയാണ്. ഭഗവാൻ അതും സ്വീകരിച്ചു. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോട് കൂടിയിട്ട് ഏത് ഭക്തൻ എനിക്ക് എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കുമെന്ന് പറയുന്ന ഭക്തൻ ഭഗവാൻ, ഭക്തവത്സലൻ ആ ജാംബവതി എന്ന കന്യകയെ സ്വീകരിച്ചു. അങ്ങനെ ഭഗവാന് രണ്ടാമത്തെ പത്നിയായി രുക്മിണിക്ക് ശേഷം ജാംബവതി എന്ന ആ പത്നി. ഇങ്ങനെ 28 ദിവസം കഴിഞ്ഞു. ജാംബവതി എന്ന പത്നിയെയും സെമന്തകരത്നത്തിനെയും കൊണ്ട് ഭഗവാൻ പുറത്തേക്ക് കിടക്കാൻ തുടങ്ങി. ജാംബവാനെ അനുഗ്രഹിച്ച് യാത്ര പറഞ്ഞു. ഈ സമയത്ത് ദ്വാരകയിലാണെങ്കിലോ ഭഗവാനെ കാണാനില്ല. 12 ദിവസം കഴിഞ്ഞ് ആ ഭടന്മാർ തിരിച്ചു വന്നപ്പോൾ ദ്വാരകയിൽ എങ്ങും വല്ലാത്ത വിഷമായി. ഭഗവാൻ അകത്തേക്ക് പോയിട്ട് കാണാനില്ല. ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇഹലോകവാസം വെടിഞ്ഞു എന്ന് ചിന്തിക്കുകയാണ് എല്ലാവരും. ദേവീഭാഗവത്തിലൊക്കെ ദേവീഭാഗവത്തിന്റെ മഹാത്മ്യത്തിലെ ഈ സെമന്തകോപാഖ്യാനം വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അവിടെ ദേവകി വസുദേവന്മാർക്കൊക്കെ വല്ലാത്ത വിഷമായി. ആ സമയത്ത് ഗർഗമഹർഷി അവിടെ വന്നു. ഗർഗമഹർഷി അതുപോലെ ശ്രീനാരദ മഹർഷിയും വന്നു. ശ്രീനാരദ മഹർഷി വസുദേവർക്ക് ഉപദേശിക്കണു എന്ന് പറയുന്നു. നവരാത്ര വിധാനേന സമ്പൂജ്യ ജഗദംബികാം നവാഹോഭി പുരാണം ച സേവ്യ ഭാഗവതം ശൃണു. വസുദേവരുടെ അടുത്തേക്ക് എത്തിയ ശ്രീനാരദ മഹർഷി പറഞ്ഞു, ഹേ വസുദേവരെ, അങ്ങ് യാതൊരു ദുഃഖവും കൊണ്ട് മുഴുകി നടക്കണ്ട. ഇതെല്ലാം ആ ഭഗവാന്റെ ലീല എന്ന് മനസ്സിലാക്കൂ. പത്മനാഭ സഹോദരിയായ ജഗദംബികയെ 9 ദിവസം ദേവീഭാഗവതം പുരാണം നവാഹയജ്ഞമായിട്ട് അനുഷ്ഠിക്കൂ. ജഗദംബികയെ ഉപാസിക്കൂ. എന്നാൽ ഭഗവാൻ തിരിച്ചു വരും. അദൃഷ്ട്വാ നിർഗമം ശൗരേ പ്രവിഷ്ടസ്യ ബിലം ജനാ. ദുഃഖമുള്ള ആ ദ്വാരകാവാസികളെ മുഴുവൻ ദുഃഖത്തിൽ മുഴുകിയ സമയത്ത് ശ്രീനാരദ മഹർഷി വസുദേവരെ പറഞ്ഞ് ഉപദേശിച്ചു, ജഗദംബികയെ ദേവീഭാഗവത നവാഹയജ്ഞം കൊണ്ട് ഉപാസിച്ചാൽ
എല്ലാം ഭംഗിയായിട്ട് വരും എന്ന്. ഉപതസ്ഥുർമഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയേ. ദേവീഭാഗവതന്റെ മാഹാത്മ്യത്തിൽ പറയണത്, വസുദേവര് പറയണു, ആ സമയത്ത് ഗർഗമഹർഷിയെ വിളിച്ചു വരുത്തി ഗർഗമഹർഷിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് ശ്രീനാരദ മഹർഷി പറഞ്ഞത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇപ്പോൾ അതിനുള്ള സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഗർഗമഹർഷി വിന്ധ്യാചലത്ത് പോയിട്ട് വിന്ധ്യാപർവ്വതത്തിൽ ചെന്ന് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തപസ്സനുഷ്ഠിക്കാം, ഈ നവാഹയജ്ഞം അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞ് ഗർഗമഹർഷി ചെയ്തു എന്നാണ് ദേവി ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും ഇവിടെ ഭാഗവതത്തിൽ പറയണു, തേഷാം തു ദേവ്യുപസ്ഥാനാർ പ്രത്യാദിഷ്ടാശിഷാ സച പ്രാദുർബഭൂവ സിദ്ധാർത്ഥ സദാരോ ഹരിഷയൻ ഹരി. ഏതായാലും ജഗദംബികയെ, ദുർഗാദേവിയെ നവാഹയജ്ഞം കൊണ്ട് പൂജിച്ച സമയത്ത് സിമന്തകരത്നവുമായിട്ട് ജാമ്പവതി എന്ന പത്നിയുമായിട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പോയ കാര്യങ്ങളെല്ലാം അവിടെ ജനങ്ങൾ വന്ന് പറഞ്ഞറിയിച്ചു. ഭഗവാന്റെ അനുചരന്മാരും സത്രാജിത്തിന്റെ അനുചരന്മാരും മധ്യസ്ഥരായിട്ടുള്ള പൊതുജനങ്ങൾ ഉൾപ്പെടെ വലിയൊരു സംഘമാണ് വനത്തിൽ തെരച്ചിൽ നടത്തിയത്. അവർ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭഗവാൻ മനസാ വാച കർമ്മണ അറിഞ്ഞിട്ടില്ല, സത്രാജിത്തെ അങ്ങ് വല്ലാത്ത അപരാധമാണ് ചെയ്തത്, അങ്ങയുടെ അനുജനെ കൊന്നു എന്നും ശമന്തകരത്നം ഭഗവാൻ അപഹരിച്ചു എന്നുള്ള അപകീർത്തി ഭഗവാന്റെ മേല് അങ്ങ് കെട്ടിവെച്ചില്ലേ, അങ്ങ് ശിക്ഷാർഹനാണ് എന്നുള്ള മട്ടില് ജനങ്ങള് നിശ്ചിതമായിട്ട് വിമർശിക്കാൻ തുടങ്ങി സത്രാജിത്തിനെ. സത്രാജിത്ത് ഉപ്പില് വീണ പല്ലിയെ പോലെ ആയി തീർന്നു. ഇനി എന്താ മുഖം രക്ഷിക്കാൻ മാർഗം? അപ്പൊ സത്രാജിത്ത് തൻ്റെ പുത്രിയായിരിക്കുന്ന സത്യഭാമ എന്ന കന്യകയെ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോഴാണ് ഭഗവാൻ മനസ്സിൽ പറഞ്ഞത്, സത്രാജിത്തെ, ഇതാണ് ഞാൻ അങ്ങയോട് നേരത്തെ ചോദിച്ചത് എന്നാണ്. താം സത്യഭാമാം ഭഗവാൻ ഉപയേമേ യഥാവിധി ബഹുപര്യാചിതാം ശീലരൂപൗദാര്യഗുണാന്വിതാം. സത്യഭാമ എന്ന കന്യകയെ ഭഗവാൻ വിവാഹം കഴിച്ചു. അങ്ങനെ മൂന്നാമതൊരു പത്നി കൂടിയായി ഭഗവാന് രുക്മിണി, ജാമ്പവതി, സത്യഭാമ. ഇങ്ങനെ ഭഗവാന്റെ 2 വിവാഹങ്ങൾ അവിടെ പറഞ്ഞു. ഇനി സത്യഭാമ വിവാഹത്തെ തുടർന്നുള്ള അനന്തര കാര്യങ്ങൾ, നമുക്ക് അനന്തരമായിട്ടുള്ള സംഭവങ്ങൾ എന്താണ് എന്നുള്ള സംഭവ വികാസങ്ങൾ അടുത്ത പ്രകരണത്തിൽ നമുക്ക് അനുസ്മരിക്കാം. സത്യഭാമയുടെ വിവാഹത്തിന് ശേഷം നടന്ന സംഭവങ്ങൾ.